1 തെസ്സലോനിക്ക ലേഖനം 2:13. ഞങ്ങൾ പ്രസംഗിച്ച ആരാ? ഞങ്ങൾ അപ്പസ്തലന്മാരായ ഞങ്ങൾ. ഞങ്ങൾ പ്രസംഗിച്ചത് എന്താ? കഥയല്ല പ്രസംഗിച്ചത്, ചരിത്രമല്ല പ്രസംഗിച്ചത്, ട്രഡീഷൻ അല്ല പ്രസംഗിച്ചത്, ദൈവവചനം പ്രസംഗിച്ചു. അതല്ലേ ബൈബിളിൽ പറയുന്നത്? ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എവിടെയെങ്കിലും ദൈവം അയച്ചിട്ട് ഒരാൾ വന്നാൽ അവന്റെ വായിലൂടെ ദൈവവചനമാണ് പുറപ്പെടുന്നത്. ഇന്ന് ഞങ്ങളെ ഇവിടെ ദൈവം അയച്ചെങ്കിൽ ഞങ്ങളുടെ വായിലൂടെ ദൈവവചനമാണ് പുറപ്പെടുന്നത്. അതിനെ അതുപോലെ നിങ്ങൾ സ്വീകരിച്ചാൽ അതിനകത്തുള്ള ആത്മാവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. ഞങ്ങൾ പ്രസംഗിച്ചു, ശരിയാ. നിങ്ങൾ കേട്ടു, അതും ശരിയാ. പക്ഷേ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകാൻ കാര്യം നിങ്ങൾ അത് സാക്ഷാലാകുന്നത് പോലെ. ആ വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കി. ദൈവം നേരിട്ടു പറയുന്ന സാക്ഷാലാകുന്നത് പോലെ നിങ്ങൾ അത് കൈക്കൊണ്ടു. അവിടെ 3 കാര്യങ്ങൾ നടന്നു. പ്രസംഗിച്ചു, കേട്ടു, കൈക്കൊണ്ടു. എങ്ങനെ കൈക്കൊണ്ടു? സാക്ഷാലാകുന്നത് പോലെ. ഒന്നിനും അമിത പ്രാധാന്യം കൊടുക്കരുത്, ഒന്നിന്റെയും പ്രാധാന്യത്തെ ഇടിച്ചു കളയുകയും അരുത്. ഒരാൾ പ്രവചിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്, ആ വചനത്തെ സാക്ഷാലാകുന്നത് പോലെ സ്വീകരിക്കണം. അപ്പോൾ തന്നെ ഒരാൾ ദൈവാത്മ പ്രേരിതനായി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്, സാക്ഷാലാകുന്നത് പോലെ അതിനെ സ്വീകരിക്കണം. ഈ തെസ്സലോനിക്ക സഭ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തെ കൈക്കൊണ്ടു. അപ്പൊ എന്താ സംഭവിച്ചു? അടുത്ത വാക്യം: കേട്ടു, കൈക്കൊണ്ടു, വിശ്വസിച്ചു. ഒരു വചനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ വചനത്തിൽ പറഞ്ഞത് വിശ്വസിക്കുക.